അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് എഴുന്നേറ്റ് ഇരിക്കൊന്നും വേണ്ടല്ലോ? ഓക്കെ അല്ലേ? തുടങ്ങിയിട്ടല്ലോ. നമ്മൾക്ക് പറയാനുള്ള വിഷയം നിങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നന്നായി സൂക്ഷിക്കേണ്ടതുമായ കുറച്ച് ഭാഗം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും 12 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള ആളുകളാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ടീനേജ് കാലഘട്ടം, 13, 14, 15, ടീൻ പൊട്ടിത്തെറിക്കുന്ന ഒരു കാലഘട്ടം. സ്വാഗത ഭാഷണത്തിൽ നൗഷാദ് സ്വലാഹി പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കുറച്ചും കൂടെ അഡോളസൻസ് എന്ന ഈ പ്രായത്തെ വിശേഷിപ്പിക്കുന്നതാവും ഒന്നുകൂടെ ഉചിതമായ ഘട്ടം. എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷുവലി നമ്മളൊരു മെച്യൂരിറ്റി ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. കുട്ടിയാണോ ചോദിച്ചാൽ കുട്ടിയല്ല, എന്നാൽ പ്രായപൂർത്തിയായോ ചോദിച്ചാൽ പ്രായപൂർത്തിയായിട്ടില്ല. അതിലേക്ക് നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം അഥവാ അഡോളസൻസ് എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ശാരീരികമായ കുറേ മാറ്റങ്ങളുണ്ടാവും, അതേപോലെ വൈകാരികമായ മാറ്റങ്ങളുണ്ടാവും. ഇതെല്ലാം ലൈംഗികപരമായ പക്വതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിന് നമ്മൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് റിസ്കി ടാസ്കിങ് ആണ്. നമ്മൾക്ക് റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഭയങ്കര താല്പര്യം. അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താ ഒന്നും നമ്മൾ ആലോചിക്കില്ല. ടാസ്ക് ഹെവി കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഏറ്റെടുക്കും. അതേപോലെ മറ്റൊന്ന് നോവൽറ്റി സീക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പുള്ള തലമുറ അവർ ചെയ്ത ഒരു മോഡലല്ലാതെ പുതുമയോടുകൂടി ഒരു കാര്യത്തെ എങ്ങനെ ചെയ്യാം, ആ മോഡലൊന്നും സ്വീകരിക്കാതെ വ്യത്യസ്തമായി എന്തു ചെയ്യാം എന്നാലോചിക്കുന്ന ഒരു കാലഘട്ടം. അഡ്വഞ്ചർ ആയിരിക്കും അധികവും. സാഹസികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരുന്ന ഒരു സമയമാണ് കൗമാര കാലഘട്ടം. അതേപോലെ ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അമിതമായിട്ട് കടന്നു വരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ഒരു പാട്ടൊരു ഡാൻസ് കളിച്ചു വിചാരിക്കുക, പിന്നെ അതൊരു ട്രെൻഡാവും. പിന്നെ ആയിരക്കണക്കിന് ആളുകൾ അതേ പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിക്കും. എന്ന് പറഞ്ഞാൽ ട്രെൻഡുകളുടെ പിറകെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം. 2 വീലർ അഭ്യാസങ്ങളൊക്കെ ഏറ്റവും അധികം കാണിക്കാൻ ആരാ? നിങ്ങളുടെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണ്. ഇതിൻ്റെ പിന്നെ ഭയം തീരെ ഇല്ലാത്ത, പേടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒട്ടും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ മുഴുവൻ ഭാഗവും ഫങ്ഷനായിട്ട് വരാൻ ഏകദേശം 25 വയസ്സാവും. ഈ 25 വയസ്സിൻ്റെ മുൻപ് ഇപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം, ഇതിന് പറയാം പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയാം. നമ്മളെ തീരുമാനമെടുക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ഭാഗം. ഒരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ഒരു സമയം. ഇതിന് ശരിക്ക് 25 വയസ്സോളം സമയം ആവുന്നു. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മൾ എടുക്കുന്ന കുറേ തീരുമാനങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. നിങ്ങളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡിനേക്കാളും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക അതിൻ്റെ പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രമേ കാര്യം. എല്ലാം അളന്നു നോക്കിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നൊരു പ്രായമല്ല കൗമാര കാലഘട്ടം എന്നർത്ഥം. ഇവിടെ നമ്മൾക്ക് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാണാം. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ യുവാവായി കഴിയുമ്പോൾ നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ നമ്മളെടുത്ത കുറേ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. ആ ചെറുപ്പത്തിൽ അതൊരു പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത തീരുമാനങ്ങളായിരുന്നു. ആഗ്രഹങ്ങൾ പലതും മഹാ അബദ്ധമായിരുന്നു, വിഡ്ഢിത്തമായിരുന്നു തോന്നാൻ കാരണം നമ്മുടെ ഈ കോർട്ടക്സിന്റെ ഭാഗം പൂർണ്ണമായി വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മുതിർന്നവർ എപ്പോഴും നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ ഉപദേശങ്ങൾ ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല. ആർക്കും ഇഷ്ടമല്ലാത്ത ദേശമാണ് ഉപദേശം എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ എന്തോ ആയി, ഞാൻ വലിയ പുരുഷനായി, എന്നെ നിയന്ത്രിക്കാൻ ആരും ആവശ്യമില്ല എന്ന് സ്വയം
തോന്നുന്ന ഒരു കാലഘട്ടം. പക്ഷെ അത് ആരും നിങ്ങൾക്ക് വകവെച്ച് തരാത്തൊരു കാലഘട്ടം കൂടെയാണ് ടീനേജ് കാലഘട്ടം. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ആന്റീരിയർ സ്വിംഗുലേറ്റ് കോർട്ടക്സ് എന്നൊരു ഭാഗം നിലച്ചു എന്ന് പറഞ്ഞാൽ 25 വയസ്സാകുമ്പോൾ മാത്രം പൂർണ്ണമായി വളർച്ചെത്തുന്ന ആ ഭാഗം. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു അപകടമാണ് എന്ന് മനസ്സിലാകൽ 25 വയസ്സാകുമ്പോൾ മാത്രമായിരിക്കും. അതിന്റെ മുൻപ് നിങ്ങൾ പല അപകടത്തിലേക്കും വീഴും, പ്രണയബന്ധങ്ങളിലേക്ക് വീഴും, ലഹരികളിലേക്ക് വീഴും. പക്ഷെ അപ്പോഴൊന്നും ആരൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ഇത് അപകടമാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിനെത്താൻ കുറച്ചും കൂടെ കാലം കഴിയുമെന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അധികം പുഴയിൽ ചാടി മരിക്കുന്ന ആലോചിച്ചാൽ അത് കൗമാരത്തിലെ കുട്ടികളായിരിക്കും. ഏറ്റവും അധികം വാഹനാപകടങ്ങൾ മരണപ്പെടുന്ന ആലോചിച്ചാൽ അത് നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികളായിരിക്കും. കാരണം ഇതിന് അപകടമുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ബൈക്കൊക്കെ സ്റ്റണ്ട് ചെയ്യും, ബൈക്കൊക്കെ ഫ്രണ്ടൊക്കെ പൊക്കിയിട്ട് ഈ കാലത്തിലെ കുട്ടികൾ വരും. നിങ്ങളെ ഉപ്പ പച്ചക്കറി വാങ്ങാൻ രാവിലെ പിന്നെ അപ്പുറത്തെ കടയിലേക്ക് ബൈക്കൊക്കെ സ്റ്റണ്ട് ചെയ്ത് അവിടെ പോയി ഫ്രണ്ടൊക്കെ പൊന്തിച്ച് നിർത്തുവോ? ഇല്ല. വാപ്പാക്ക് എന്തറിയാം ഇതിന്റെ അപകടം എന്താണെന്ന് വാപ്പാക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള അവസ്ഥയല്ല. പ്രണയബന്ധങ്ങളിലേക്ക് നമ്മൾ എടുത്ത് ചാട്ടപ്പെടും. കാരണം അതിലെന്തോ ലഹരി ഉണ്ടെന്ന് വിചാരിക്കും, എന്തോ ആസ്വാദനം ഉണ്ട് കരുതും. പക്ഷെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന, നിങ്ങളെ വലയെറിഞ്ഞ് പിടിക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ എത്തിച്ചേരുന്ന കുറച്ച് അപകടങ്ങളെ കുറിച്ചാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സസൂക്ഷ്മം ഇത് കേൾക്കണം. നിനക്ക് ഏകദേശം ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇനി മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ ഭാഗം ഇന്നതുകൊണ്ടാണ് എന്നെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്വർഗം നഷ്ടമാകുന്ന, ദുനിയാവിൽ ഏറ്റവും അപകടം പിടിച്ചെന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ച, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത മഹാപാപം നമ്മിൽ സംഭവിക്കലാണ്. ആ സംഭവം എന്ന് പറഞ്ഞാൽ, ആ പാപം എന്ന് പറഞ്ഞാൽ അത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് സംഭവിക്കലാണ്. എന്താ നമ്മൾ പഠിച്ച ശിർക്കുണ്ട്? അള്ളാഹു അല്ലാത്തവരോട് പങ്കു ചേർക്കൽ, ആരാധനകളിൽ അള്ളാഹു അല്ലാത്തവരോട് തേടൽ, ഇതൊക്കെ ശിർക്കാണ്. നമ്മൾക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ കഴുത്തിൽ കത്തി വെച്ചാലും നാളെ ഏതെങ്കിലും ജാറത്തിന്റെ മുൻപിൽ പോയി നിങ്ങൾ ആരും പ്രാർത്ഥിക്കണമെന്നില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയുന്ന പിശാച് എങ്ങനെയാണ് നമ്മളെ വഴിതെറ്റിക്കുക എന്ന് നന്നായിട്ട് നോക്കും, നന്നായിട്ട് നിരീക്ഷിക്കും. പിശാച് അതിഭയങ്കരമായ പ്ലെയറാണ്. നമ്മുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മിൽ ശിർക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ, മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മിലേക്ക് സ്വീകരിക്കുന്നു. ഇവിടെ നമ്മൾ അറിയാതെ ശിർക്ക് വരും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏതെങ്കിലും ഒരാളുടെ കൂട്ടുകാരുടെയോ ബർത്ത്ഡേ ആയാൽ ഹാപ്പി ബർത്ത്ഡേ, നമ്മൾ കേക്ക് മുറിക്കണമൊന്നുമില്ല, പക്ഷെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷ് ചെയ്യാറുണ്ടോ എന്ന് ആലോചിക്കുക. സ്റ്റോറി വെക്കാറുണ്ടോ, സ്റ്റാറ്റസ് വെക്കാറുണ്ടോ എന്ന് ആലോചിക്കാം. ഇത് ആരുടെ സംസ്കാരമാണെന്ന് വെറുതെ ആലോചിക്കാം. ഇത് പാശ്ചാത്യരും അല്ലെങ്കിൽ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ നമ്മിലേക്ക് വന്ന ഒരു ആചാരമാണ്. നമ്മൾ ഇത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരെയാണ് അനുകൂലിക്കുന്നത്? ഏത് വിഭാഗത്തിന്റെ ആചാരത്തോടാണ് നമ്മൾ സാമ്യത പുലർത്തുന്നത്? അള്ളാഹുവിന് മകനുണ്ട് എന്ന ഒരു വാദം, അതാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന് നമ്മൾ ആശംസകൾ നേർന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എത്ര വലിയ കൊടിയ പാതകമാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ തശബ്ബഹ ബിഖൗമിൻ, ഒരാൾ ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ, അവരെ പോലെ ആകാൻ ശ്രമിച്ചാൽ, ഫഹുവ മിൻഹും, അത് അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അള്ളാഹുവിന്റെ മാപ്പ് കിട്ടാത്ത, തൗബ ചെയ്താലല്ലാതെ അള്ളാഹു പൊറുക്കാത്ത മഹാപാപമാണ് ശിർക്ക്. നമ്മൾ ആലോചിക്കേണ്ടത്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നബിയെ നീ ശിർക്ക് ചെയ്താൽ നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവും. അതെല്ലാം അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും. നമ്മളിങ്ങനെ നല്ലൊരു ബിരിയാണി അല്ലെങ്കിൽ ഒരു ചെമ്പടക്കമുള്ള മനോഹരമായൊരു അടപ്രഥമൻ പായസം വിചാരിക്കാം, നല്ല വിലപിടിപ്പുള്ള പലഹാരങ്ങളൊക്കെ ചേർത്ത് നമ്മളത് ഉണ്ടാക്കിയത്. പക്ഷെ അതിലേക്ക് ഒരു തുള്ളി വിഷം വീണാൽ ആ ഭക്ഷണ പദാർത്ഥം ഉടനീളം മലിനമാവും. ഇതേപോലെ നമ്മള് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇതൊക്കെ സിമ്പിളായ കാര്യല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇപ്പൊ ആരാ സ്വർഗത്തിൽ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ
ആലോചിച്ച് നമ്മൾ നേരുന്ന ഹാപ്പി ബർത്ത്ഡേ സ്റ്റാറ്റസുകൾ പോലും അവനവന്റെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന വലിയ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ചതിക്കുഴി എന്ന് പറയുന്നത്, ഇത് കുറച്ചും കൂടെ ഗൗരവത്തിൽ നമ്മൾ നോക്കണം. ഇത് ലിബറലിസമാണ്. നിങ്ങൾ ഈ വാചകം ചിലപ്പോ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ പണ്ട് പറഞ്ഞിരുന്ന വർത്തമാനമുണ്ട്, അയാളൊക്കെ ഭയങ്കര മോഡേൺ ആണ്, അല്ലെങ്കിൽ അവരൊക്കെ മോഡേൺ ഫാമിലിയാണ്. ഇന്ന് ആ പദങ്ങളിൽ നിന്ന് മാറി അവരൊക്കെ ഭയങ്കര ലിബറലാണ്, ലിബറൽ ഫാമിലിയാണ് എന്ന വാക്കുകൾ കേൾക്കും. നിങ്ങൾ ആലോചിക്കണ്ടേ, എന്താണ് ലിബറലിസം? ചിലപ്പോൾ ഇതിന്റെ വക്താക്കൾ പോലും ഇങ്ങനെ വിശദീകരണം നിങ്ങൾക്ക് നൽകണം. പക്ഷേ എന്ന് പറഞ്ഞാൽ ലിബറലിസം ഒരിക്കലും നേർക്കുനേരെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. യുക്തിവാദമാണോ അതല്ല ലിബറലിസമാണോ ഏറ്റവും അപകടകാരിയായ വാദം ചോദിച്ചാൽ, സിംഹമാണോ കൊതുകാണോ ഏറ്റവും അപകടകാരി? നിങ്ങളുടെ മറുപടി എന്താ? സിംഹമാണോ അതല്ല മസ്കിറ്റ്, കൊതുകാണോ ഏറ്റവും അപകടകാരി? ഒറ്റ വാക്കിൽ നമ്മൾക്ക് ചിലപ്പോൾ തോന്നുക സിംഹമാണെന്നായിരിക്കും. പക്ഷെ സിംഹം നേരിട്ട് അറ്റാക്ക് ചെയ്യുള്ളൂ. അതിലൂടെ മരണപ്പെടുന്ന ആളുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു കൊതുക് പരത്തുന്ന രോഗം മൂലം ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട്. ലിബറലിസം ഇങ്ങനെയാണ്. എന്താ ലിബറലിസം? നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും കുറേ ഉണ്ട്. അത് അരാജകത്വങ്ങളും അധാർമികതകളും ലോകത്തില്ലാതിരിക്കാനാണ്. റോഡിൽ ട്രാഫിക് നിയമങ്ങളൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുക. റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മുഴുവൻ അപകടമായിരിക്കും. ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇഷ്ടമില്ലാത്ത ആളുകളാണ് ലിബറലിസ്റ്റുകൾ, അഥവാ മലയാളീകരിച്ചാൽ സ്വതന്ത്രവാദികൾ, കുറച്ചും കൂടെ മലയാളീകരിച്ചാൽ താന്തോന്നികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ. തനിക്ക് എന്താണോ തോന്നുന്നത് അത് നിർവഹിക്കുന്ന, അത് ചെയ്യുന്ന ആളുകളാണ് ലിബറലിസ്റ്റുകൾ. ഫാസിസത്തെക്കാളും അപകടം പിടിച്ച ഒന്നാണ് ലിബറലിസം. ഇവർ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ആശയം സ്വാതന്ത്ര്യം, സമത്വം, അവകാശം. കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും അതിമനോഹരമായ ഒരു ആശയം. എന്താ പ്രശ്നം? എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും സമത്വം വേണം, എല്ലാവർക്കും അവകാശങ്ങൾ വേണം. പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്ലാം ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേകതരം സ്വാതന്ത്ര്യത്തോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് വൈരുദ്ധ്യത്തിലും വിമർശനത്തിലും ആകേണ്ടി വരുന്നത്? എന്താ അതിന്റെ അപകടം? റാഡിക്കൽ ഇൻഡിവിജ്വലിസം എന്ന് പറയും ഇവർ പ്രത്യേകമായി പറയുന്ന സ്വാതന്ത്ര്യത്തിന്. എന്ന് പറഞ്ഞാൽ എനിക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം അത് വേറെ ഒരാൾക്ക് ഉപദ്രവമാകുന്നില്ല എങ്കിൽ ഞാനത് ചെയ്യും. എന്താ പ്രശ്നം? നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ ലഹരി ഉപയോഗിക്കല്ലേ, നിങ്ങൾ ക്യാൻസർ വരും. അപ്പൊ അവനും പറയും എന്താ പ്രശ്നം? ഏതായാലും മരിക്കൂലേ, ഏതായാലും പിന്നെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് പിന്നെ ആസ്വദിച്ച് ഞാൻ മരിക്കട്ടെ, വേറെ ആൾക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ, എന്താ പ്രശ്നം? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. നിങ്ങളുടെ ക്യാമ്പസുകൾ എന്തുകൊണ്ടാണ് ടീനേജ് കൗമാര കാലഘട്ടവും ലിബറലിസം തമ്മിൽ ഭയങ്കര അടുപ്പുണ്ട്? എന്തുകൊണ്ടാണ്? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇഷ്ടമല്ലാത്ത ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ഇവർ വെക്കുന്ന ഈ അമിതമായ സ്വാതന്ത്ര്യ ലോകത്തേക്ക് നമ്മൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും. നമ്മൾ ഈ ആശയം ഒരിക്കലും നേർക്ക് നേരെ നമ്മോട് വന്ന് നിങ്ങളോടൊരിക്കലും ദൈവമില്ല എന്ന് ഇവർ പറയില്ല. ദൈവമില്ല എന്ന് നേർക്ക് നേരെ നമ്മോട് പറഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് ആർഗ്യൂ ചെയ്ത് വിജയിക്കാം. ദൈവമില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടായി? എങ്കിൽ ഓരോ സൃഷ്ടിയുടെയും പിന്നെ ഒരു സൃഷ്ടാവുണ്ടല്ലോ, നമുക്ക് സിമ്പിളായിട്ട് പറയാം. പക്ഷേ ലിബറലിസം നിങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും ഇഞ്ചിഞ്ചായി മതത്തെ അവർ കൊന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ചിന്തകളെ അവർ ഹൈജാക്ക് ചെയ്യും. അവർ നിങ്ങളുടെ മുമ്പിൽ വലിയ ആശയങ്ങൾ പ്രകടിപ്പിക്കും. ലവ് ഈസ് ലവ്. ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു സെക്ഷുവാലിറ്റിയാണ്, സ്നേഹമാണ്. നിങ്ങൾക്ക് ആരോടാണോ എന്താണോ എങ്ങനെയാണോ തോന്നുന്നത് നിങ്ങൾക്കത് നിർവഹിക്കാം. നിങ്ങൾക്ക് ഹോമോസെക്ഷുവാലിറ്റി ആണോ താല്പര്യം, നിങ്ങൾക്കത് നിർവഹിക്കാം. നിങ്ങൾക്ക് ഹെറ്ററോസെക്ഷുവാലിറ്റി ഇഷ്ടം, നിങ്ങൾക്ക് നിർവഹിക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹം, നിങ്ങൾ നിർവഹിക്കൂ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം. നിങ്ങൾ ആലോചിക്കേണ്ട, കാനഡയിൽ ഒരു 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ആൺകുട്ടി, അവന്റെ മൊബൈലിൽ അവൻ ശേഖരിച്ച ബ്ലൂ ഫിലിമുകളുടെ ശേഖരം അവന്റെ അച്ഛൻ നശിപ്പിച്ചു. ഇത് കേസായി കോടതി ആ അച്ഛന് 22 ലക്ഷം രൂപ ഫൈൻ ഇട്ടു. അത് അവന്റെ ജീവിതമല്ലേ, അവന്റെ സ്വാതന്ത്ര്യമല്ലേ, അവന് തോന്നുന്നത് നിർവഹിക്കട്ടെ. ഈ ഒരു ചിന്തയാണ് ഇന്ന് കേരളം പുരോഗമനം എന്ന പേരിൽ ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്.
പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരംഭിച്ച ഈ ആശയധാര ഇത് അന്ന് ഇവരൊക്കെയും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവർ അതിനെ ചവച്ചു തുപ്പിയിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പുരോഗമനം എന്ന ആശയത്തിൽ ഇതിനെയാണ് നെഞ്ചോട് ചേർത്തു പിടിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ മതമായി ലിബറലിസം മാറിയിരിക്കുന്നു എന്ന പ്രത്യേകമായ ബോധ്യം ഉണ്ടാകും നമ്മൾക്ക്. ഇവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽസ് എന്ന് പറയും, പദാർത്ഥ ലോകത്തിന്റെ അപ്പുറത്ത് വേറെ ലോകമില്ല. നമ്മൾ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ. മരണം അല്ലെങ്കിൽ പിന്നെ ദൈവം, പരലോകം, സ്വർഗം, നരകം, ഇങ്ങനെ ഒരു ചിന്ത തന്നെ ലിബറലിസ്റ്റുകൾക്കില്ല. നെഹിലിസം എന്ന് പറയും, അർത്ഥശൂന്യമായ ജീവിതം. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കട്ടോ, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങി, നാളെ രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നത് അതിവേഗം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ അകത്താണ്. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളിൽ 2 ചോദ്യങ്ങളുണ്ടാവും. ഞാൻ എവിടെ നിന്ന് വന്നു, ഇതിലേക്ക് ഞാൻ എങ്ങനെ എത്തി, ഈ ട്രെയിൻ ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ 2 ചോദ്യത്തിനും ലിബറൽ വാദികൾക്ക് ഉത്തരമില്ല. ഒരു ശൂന്യമായ ഒരു സംഭവമായിട്ട് അവർ മാത്രം. അതുകൊണ്ട് തന്നെ അർത്ഥശൂന്യമായ ജീവിതം. ഞാൻ ജീവിച്ചാൽ എന്താ, ഞാൻ മരിച്ചാൽ എന്താ സംഭവിക്കുക, ഞാൻ എന്തിനാ നന്മ ചെയ്യണേ, ഞാൻ എന്തിനാ തിന്മ ചെയ്യാതിരിക്കണേ, ഏതായാലും മരിക്കൂലേ, മരണത്തിനപ്പുറം വേറെ ലോകമൊന്നുമില്ലല്ലോ എന്ന അർത്ഥശൂന്യമായ ചിന്തയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇഞ്ചിഞ്ചായി അവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിരുകളില്ലാത്ത, അതിരുകളൊക്കെയും ഭേദിച്ച് അതിരുകളില്ലാത്ത ലോകം തീർത്തിടാം എന്നവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടുള്ള കുറെ അതിരുകളുണ്ട്, ആണ് പെണ്ണിന്റെ മടിയിലിരിക്കാൻ പാടുള്ള അതിരുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ഭേദിക്കണം എന്ന് പറയണേ. നിങ്ങൾ ആലോചിക്കേണ്ട, ആണും പെണ്ണും തുല്യരാണോ? ഒരിക്കലും അല്ലല്ലോ. ബയോളജിക്കലി, ഫിസിക്കലി, മെന്റലി, ഹോർമോണിക്കലി എല്ലാം 2 പേരും ഡിഫറൻറ്റാ. 2 പേരും ഡിഫറൻറ്റ്. നിങ്ങളുടെ അടുത്തൊരു ആൺകുട്ടി വന്നിരുന്നാൽ പെൺകുട്ടിക്ക് ഒന്നും തോന്നൂല. ആണും പെണ്ണും ഒരുമിച്ച് നിന്നാൽ പെൺകുട്ടിക്ക് ഒന്നും തോന്നൂല. അത് ബയോളജിക്കൽ അവർക്കൊന്നും അനുഭവം. പക്ഷെ ആൺകുട്ടി അങ്ങനെയല്ല. ആൺകുട്ടിയുടെ ഉള്ളിൽ വികാരം ഉദിക്കും. ഒരു ആൺകുട്ടി നിങ്ങളോട് വന്നിട്ട് പറയാണ് എനിക്കൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ കള്ളമാണ് അയാൾ പറയണത്. ഏറ്റവും വലിയ കള്ളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിംഹത്തിന്റെ മടിയിൽ മാൻ കയറി വന്നിട്ട് മാന് പറയുന്നു എനിക്കൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊന്നും തോന്നണില്ല. ഇതേപോലെ ഭൂലോക അബദ്ധം പെൺകുട്ടികൾ കാണിക്കുക. ആൺകുട്ടിന്റെ അടുത്ത് പോയിരുന്നിട്ട് പെൺകുട്ടി പറയും ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്ന പോലെ നമ്മൾക്കൊന്നും തോന്നണില്ലല്ലോ. ആൺകുട്ടി പറയും ആ ശരി, എനിക്കും തോന്നണില്ലല്ലോ. മഹറമല്ലാത്തൊരു ആണിന്റെ അടുത്തൊരു പെണ്ണ് വന്നിരുന്നാൽ ആ ആണിന് വികാരം തോന്നും. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയ കാര്യമാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എല്ലാം ഇരയാക്കപ്പെടുന്ന നിങ്ങൾ പെൺകുട്ടികളാണെന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ലിബറലിസം അത് ഏറ്റവും അരാജകത്വം നിറഞ്ഞ അതിതീവ്രമായി ഗൗരവമായി നമ്മൾ നോക്കിക്കാണ്ട ഒരു ഭാഗമാണ്. നമ്മൾ എവിടെയൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ട്. 3ാമതായി നിങ്ങൾ സൂക്ഷിക്കേണ്ട ഭാഗം മോഡേണിസമാണ്. മോഡേണിസം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ്സ് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, പുരോഗമനം. നമ്മൾ എല്ലാത്തിനെയും എതിർക്കല്ല. അപ്പൊ നമ്മൾ നവോത്ഥാനം എന്താന്ന് പണ്ടൊക്കെ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 16-17 നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ആരംഭിച്ചതും പിന്നീട് ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതുമായ കലാവൈജ്ഞാനിക രംഗത്തുണ്ടായ പുത്തൻ ഉണർവിനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുക. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ പിന്നെ മോഡേണിസം, നമ്മൾ ഇന്നത്തെ കാലത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇതിന്റെ ഭാഗമാണ്. പോസിറ്റീവ് സൈഡാണ്. പക്ഷെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേക തരം ആശയമുണ്ട്. ആ ആശയം എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിക മൂല്യങ്ങളോട് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒന്നാണ്. പുതിയതാണ് നല്ലത്, പഴയതൊന്നും നല്ലതല്ല. പഴയ മൂല്യങ്ങളൊന്നും നമ്മൾ പിൻപറ്റേണ്ടതില്ല. ഇസ്ലാമിക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാലഹരണപ്പെട്ടുപോയ ഒന്നാണ്. അതിനെ നമ്മൾ ആരും എടുത്തു പേരേണ്ടതില്ല. ഈ ഒരു അപകടം പിടിച്ച ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ മോഡേണിസം ആണെങ്കിലും പിന്നെ ലിബറലിസം ഇതൊക്കെ ആളുകളുടെ ആശയങ്ങളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും എഴുതി പിടിപ്പിച്ചുണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ വർത്തമാനങ്ങളാണത്, അള്ളാഹുവിന്റെ ആശയങ്ങളത്. ആ ആശയങ്ങൾ കാലങ്ങൾ അതിജയിക്കുമെന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവണം. ഇവർ ഇന്ന് പ്രസ്താവിക്കുന്ന ഈ ആശയങ്ങളൊക്കെ തകരും. ഇതൊക്കെയും തകർന്ന് തരിപ്പണമാകും. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും ഹദീസും ആ ചര്യകളും ആ ധാർമ്മികതയും ഈ ലോകത്ത് എല്ലാ കാലവും അതിജയിക്കും. ഞാൻ അതിന്റെ വക്താവാണ് എന്ന് പറയാൻ നമ്മൾക്ക് ധൈര്യം ഉണ്ടാകണം, നമ്മൾക്ക് ആത്മാർത്ഥത ഉണ്ടാകണം, നമ്മൾക്ക് അന്തസ് ഉണ്ടാകണം, നമ്മൾക്ക് പ്രതാപം ഉണ്ടാവണം. മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഡ്രഗ് പോലെയുള്ള അഡിക്ഷനുകളിലേക്ക് നിങ്ങൾ പെട്ടുപോകും. കൗമാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഡ്രഗ് ഉപയോഗിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ആഗ്രഹത്തെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റണം.
ഒരാൾ ലഹരിയാകട്ടെ, അതിന്റെ കൂടെ വരുന്ന ഒരു ഭാഗമാണ് പോണോഗ്രഫി, അശ്ലീലതകൾ, തോന്നിവാസങ്ങൾക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഞാൻ ഡ്രഗുകൾക്കും അല്ലെങ്കിൽ പോണോഗ്രഫിക്കും അടിമപ്പെടുക? 5 സ്റ്റേജുകളാണ് ഇതിനുള്ളത് എന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയത്. നമ്മുടെ മനസ്സിൽ കൗമാരത്തിലേക്ക് പ്രവേശിച്ചാൽ ലഹരി ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല. പോണോഗ്രഫി കാണാൻ എവിടെ നിന്നൊക്കെയോ ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ട് നമ്മൾക്കത് കാണാൻ ഉള്ളിൽ ത്വരയുണ്ടാകും, ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇതിന്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ യൂസ് ആണ്. നിങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും പറയുന്ന രസമുണ്ട്, വലിയ ഫീൽ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് ഫീൽ ഗുഡ് ഉണ്ടാക്കുന്ന, ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ റിലീസ് ആവുന്ന പ്രവർത്തനങ്ങളിലൊക്കെയും അഡിക്ഷൻ വരാനുള്ള, ആസക്തി ഉണ്ടാവാനുള്ള സാധ്യത അധികമാണ്. നിങ്ങൾ ഒരു പോൺ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലഹരി പദാർത്ഥം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഡോപ്പമൈൻ ക്വിക്കായി റിലീസാവും. നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് കിട്ടും, ഒരു പ്രത്യേകമായ ഫീൽ, ഒരു സുഖം, രസം കിട്ടും. ഈ രസം നിങ്ങൾ ആലോചിക്കുക, ഒരു വട്ടം ഞാൻ ഉപയോഗിക്കുള്ളൂ, അത് ഉപയോഗിച്ച് ഞാൻ അവസാനിപ്പിക്കും, ഞാൻ അത് ആദ്യം കാണും, ഇനി ഞാൻ കാണൂല എന്ന് നിങ്ങൾ തീരുമാനിച്ചാലും, നിങ്ങൾ 1ാമത്തെ പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നതോടുകൂടിയോ ഇത് അനുഭവിക്കുന്നതോടുകൂടിയോ നിങ്ങൾക്ക് ഡോപ്പമൈൻ റിലീസ് ആവുന്നതോടുകൂടിയോ നിങ്ങൾക്ക് പ്രത്യേകമായൊരു സുഖം കിട്ടും. ഈ സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് കണ്ടിന്യൂഡ് റെഗുലർ യൂസിലേക്ക് 2ാമത്തെ സ്റ്റേജിലേക്ക് നിങ്ങൾ കയറും. നിങ്ങൾ ഇത് ഇടക്കിടക്ക് ഉപയോഗിക്കാനോ ഇടക്കിടക്ക് ഇത് കാണാൻ തുടങ്ങും. ചിലപ്പോൾ ഇത് മാസത്തിലായിരിക്കും, ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും, ചിലപ്പോൾ 1-2 ദിവസങ്ങളിലായിരിക്കാം, എങ്ങനെയാവും. പക്ഷെ പിന്നെ നിങ്ങൾ 3ാമത്തെ സ്റ്റേജ് ടോളറൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നിങ്ങൾ ഇതിന്റെ അളവുകൾ കൂട്ടും. 1ാമത്തെ ദിവസം നിങ്ങൾ ഒരു സിഗരറ്റ് ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സുഖം കിട്ടാൻ പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു പാക്കറ്റ് മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. 1ാമത്തെ ദിവസം നിങ്ങൾ ഒരു ചെറിയ വീഡിയോ കണ്ട സുഖം നിങ്ങൾക്ക് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ പിന്നെ 5-10 വീഡിയോകൾ ഒരുമിച്ച് കാണേണ്ടി വരും. ഇതിന്റെ 4ാമത്തെ ഘട്ടം എന്ന ഡിപ്പെൻഡൻസ് ആണ്. പിന്നെ നിങ്ങൾക്കതില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 5ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അഡിക്ഷനിലേക്ക് നിങ്ങൾ മാറും. പിന്നെ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. നിങ്ങളുടെ പഠനം തുലയും, നിങ്ങളുടെ ഓർമ്മശക്തി കുറയും, റീകോൾ മെമ്മറി പവർ നിങ്ങൾക്ക് കുറയും, അറ്റൻഷൻ സ്പാൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു കാര്യം ഒരുപാട് സമയം ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടും. നിങ്ങൾ ക്രിയാത്മകമായി ഒന്നും നിർവഹിക്കാത്ത അട്ടർ വേസ്റ്റുകളായിട്ട് നിങ്ങൾ മാറും. 13 വയസ്സിൽ ആരംഭിച്ച് 23-24 വയസ്സ് വരെ പോണോഗ്രഫിക്ക് അടിമപ്പെടുന്ന ഒരുപാട് ബാല്യങ്ങളുണ്ട്, ഒരുപാട് യുവത്വങ്ങളും കൗമാരങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധിയും സമയവും വിവേകവും ചിന്താശേഷിയും ക്രിയാത്മകമായി നിർവഹിക്കേണ്ട നിങ്ങൾ അതൊക്കെയും ഒരു സ്ക്രീനിന്റെ മുമ്പിലേക്ക് തുലച്ചു കളയും. നിങ്ങളുടെ ആസ്വാദനം എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിമിഷങ്ങൾ മാത്രമായി മാറും. അതും ലോങ് ലാസ്റ്റിംഗ് അല്ല, 2-3 മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതമൊക്കെയും നിങ്ങൾ തുലച്ചു കളയും. നിങ്ങളിൽ നിന്നൊന്നും ക്രിയാത്മകമായിട്ട് സമൂഹത്തിൽ ലഭിക്കൂല. നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചത് അത് നിങ്ങളുടെ ഈ സമയം നഷ്ടപ്പെടുത്താനല്ല. ചിന്തിക്കണം, ആത്മാർത്ഥമായി നമ്മൾ ഭൗതികമായി ചിന്തിച്ച് സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി നമ്മൾ മാറാനാണ്. നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനമാണ് നമ്മൾ 1920കളിൽ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ നേതാക്കൾ കണ്ട സ്വപ്നങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് സ്പെയിനായി മാറണം. അന്ന് സ്പെയിനിലാണ് ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നത്. മലയാളിയുടെ കൂട്ടത്തിൽ നിന്ന് ഐൻസ്റ്റീനുമാരുണ്ടാകണം, മലയാളിയുടെ കൂട്ടത്തിൽ നിന്ന് പുതിയ പുതിയ ഗലീലിയോകൾ ഉണ്ടാവണം, എഡിസൺമാരുണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്. കുട്ടികളുടെ ഓർമ്മശക്തിയുടെ പവർ എന്താന്ന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആലോചിച്ചോളൂ, വരും കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന A+കളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ട്. എവിടെയൊക്കെയോ ഇത്തരം അഡിക്ഷനുകളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നു, അതോടുകൂടി നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും ശേഷിയും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്റെ റബ്ബ് എനിക്ക് വിധിച്ചൊരു തീരുമാനം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്തിനു വേണ്ടിയാണോ അത് പൂർത്തീകരിക്കുന്നവനാകും ഞാൻ എന്ന് പ്രഖ്യാപിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. 6ാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഡൈവേർട്ടിംഗ് ഫ്രം ഇസ്ലാമിക് ഡ്രസ്സിംഗ്. നമ്മുടെ വസ്ത്രധാരണത്തിന്റെ രീതികൾ നമ്മൾക്ക് തീരുമാനിച്ചത് അള്ളാഹുവാണ്. ഈ നാട്ടിൽ ഏതെങ്കിലും ഫാഷൻ ഡിസൈനർ അല്ല. എന്റെ വേഷം എങ്ങനെയാകണം, അതിൽ ഞാൻ പാലിക്കേണ്ട മൂല്യക്രമങ്ങൾ എന്താവണം, ഞാൻ ഏതൊക്കെ ഭാഗം മറക്കണം, ഏതൊക്കെ ഭാഗം കാണിക്കണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ്.
പക്ഷെ നമ്മുടെ വസ്ത്രധാരണം ഇങ്ങനെ ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുന്നു. ട്രെൻഡുകൾ മാറുന്നു. നെര്യാണിക്ക് താഴേക്ക് വസ്ത്രം നിലത്തേക്ക് വലിച്ചിടൽ അതിന്ന് കാലഘട്ടത്തിന്റെ പുരോഗമനമായി മാറി. നമ്മൾ ആലോചിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഈഗോ സെന്ററിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ലോകത്തിന് സെന്ററിൽ നിൽക്കുക, ലോകം മുഴുവൻ എന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും കൗമാര കാലഘട്ടത്തിൽ. അതേപോലെ ഒരു ഇമാജിനറി ഓഡിയൻസ് ഉണ്ടാവും നമുക്ക്. എല്ലാവരും എന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്തൊരു കുരുവെന്ന ആൾക്കാരെ ചർച്ച ചെയ്യും. ഞാൻ എൻ്റെ ഡ്രസ്സ് ശരിയാക്കിയില്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും പറയും. ഞാൻ ഇടുന്ന വേഷവിധാനം ആൾക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ ചെരുപ്പ് നിങ്ങൾക്ക് അറിയോ? ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടാവില്ല. ഇതേപോലെ ആരും നിങ്ങളെ മൈൻഡ് വെക്കണില്ല. നിങ്ങളുടെ വെറും തോന്നല. സ്കൂളിലൊക്കെ കാണാം പിന്നെ ഈ പട്ടണ കഴിച്ച് നടക്കും, എന്തോ ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ എഴുതാണ്ട് കുട്ടങ്ങ് നടക്കണ. ആരും നമ്മുടെ മൈൻഡ് വെക്കണില്ല ശരിക്ക്. പക്ഷെ ഇതൊരു ഇമാജിനറിയാണ്, ഒരു വിർച്വൽ. നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചുണ്ടാക്കണം. എല്ലാവരും എന്നെ നോക്കുകയാണ്, എല്ലാവരും എന്നെ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിനകത്ത് റെഡിയായി പോകണം, ഇങ്ങനൊന്നും ഇല്ല. ഇത് നിങ്ങളുടെ പ്രായത്തിൽ ഇത് അനുഭവക്കുന്ന കൂടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കാലഘട്ടത്തിന്റെ ട്രെൻഡുകളുടെ കൂടെ മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിച്ചാൽ എല്ലാവരും എന്നെ നെഗറ്റീവായിട്ടാണല്ലോ വിചാരിക്കുക, ഞാൻ പുരോഗമനമില്ലാത്തവനാണെന്ന് വിചാരിക്കൂലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ട്രെൻഡുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇത് വലിയ അപകടം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാന്യതയെ നിങ്ങൾ ഉപേക്ഷിക്കും. ലജ്ജ നഷ്ടപ്പെടും, വിനയം നഷ്ടപ്പെടും. നിങ്ങൾ കാലഘട്ടത്തിന്റെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റൊന്നാണ് ബാഡ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹി പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരുവൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ 4 ബുദ്ധിമാന്മാരെ കൂടെ നടന്നാൽ 5-ാമത്തെ ബുദ്ധിമാൻ നിങ്ങളായിരിക്കും. നിങ്ങൾ 4 പൊട്ടന്മാരെ കൂടെ നടന്നാൽ 5-ാമത്തെ പൊട്ടൻ. പിയർ പ്രഷറിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ ഗ്യാങ്ങിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 5 പേരിൽ 4 പേരും സിനിമകളും റീലുകളും ഒക്കെ കണ്ട് അതിന്റെ വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആളെ വിചാരിക്കുക. നിങ്ങൾ അതൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാങ്ങിൽ സ്വീകാര്യത ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവരുടെ ഇടയിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി നിങ്ങളത് കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഗ്യാങ്ങിൽ 4 പേർ ലഹരി ഉപയോഗിക്കുന്നവരും അതുമായി മുന്നോട്ട് പോകുന്നവരുമാണ്. നിങ്ങൾക്ക് വേറെ ഗ്യാങ് ഇല്ല എങ്കിൽ ഇവരുടെ ഇടയിൽ സ്വീകാര്യത കിട്ടാൻ നിങ്ങൾ പ്രഷർ ചെയ്യപ്പെടും. നിങ്ങളത് ഉപയോഗിച്ചേ പറ്റൂ, എങ്കിലും എനിക്ക് ഇവരുടെ വില ഉണ്ടാവുള്ളൂ നിങ്ങൾ കരുതും. നിങ്ങളുടെ കൂടെയുള്ള 4 ആളുകൾ ഹിജാബ് ധരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ മാത്രം ഹിജാബ് ധരിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചിലായി അപമാനമായിട്ട് അനുഭവപ്പെടും. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ച് നന്നായി നിങ്ങൾ നിരീക്ഷിക്കണം. നിങ്ങളുള്ളത് കൗമാരത്തിന്റെ ഘട്ടത്തിലാണ്. നിങ്ങളുടെ ജീവിതം മോൾഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടം. നിങ്ങളുടെ കൗമാരം എന്താണോ അതിന്റെ ബാക്കി പത്രമാണ് നിങ്ങളുടെ യൗവനം. അവിടെയാണ് നിങ്ങളുടെ ജീവിതം, അവിടെ നിങ്ങളുടെ ജോലി, അവിടെ നിങ്ങളുടെ വിവാഹമുള്ളത്, എല്ലാം അവിടെയാണ്. അത് തുലച്ചു കളയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. നാളെ പരലോകത്ത് നിന്ന് ഒരു വിഭാഗം ആളുകൾ, നരകാവകാശികൾ പറയും, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ നാശമേ, ഞാൻ അവനെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയും. എന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കാരണം അവനായിരുന്നു. എല്ലാം എനിക്ക് അയച്ചു വന്നത്, എന്നെ കേടുവരുത്തിയത്, എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത്, എനിക്ക് ആദ്യമായിട്ട് നൽകിയത്, ആ ലിങ്ക് അയച്ചെന്നത് എല്ലാം അവനായിരുന്നു, അവളായിരുന്നു. ഞാൻ അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് അപലപിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾക്കുണ്ടാകേണ്ട ഒരു ബോധമുണ്ട്. ഞാൻ മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ എന്നാണ് അർത്ഥം. എന്റെ താല്പര്യങ്ങളെക്കാളേറെ, എന്റെ ആഗ്രഹങ്ങളെക്കാളേറെ, എന്റെ സ്വപ്നങ്ങളെക്കാളേറെ, എന്റെ കാഴ്ചപ്പാടുകളെക്കാളേറെ എനിക്കിഷ്ടം, എനിക്ക് താല്പര്യം, എന്റെ ഇഷ്ടം, എന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ താല്പര്യവുമാണ്. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥമായ മാർഗദർശനം. നമ്മൾ പ്രഖ്യാപിക്കണം, 1000 ഉറക്കെ പ്രഖ്യാപിക്കണം. ക്യാമ്പസുകളിൽ നമ്മുടെ വേഷം സംസാരിക്കണം. എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം നമ്മുടെ വേഷം. തൗഹീദ് പ്രഖ്യാപിക്കണം നമ്മുടെ വേഷം. സമീആയ ഒരു അള്ളാഹു എന്റെ കൂടെയുണ്ട്, എല്ലാം കേൾക്കുന്ന അള്ളാഹു. ആ റബ്ബ് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ഒന്ന് എന്റെ നാവിലൂടെ പുറത്തു വരില്ല എന്ന് പ്രഖ്യാപിക്കണം. ബസീറായ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് എന്റെ കൂടെയുണ്ട്, ആ റബ്ബിന് കാണാൻ പാടില്ലാത്ത ഒന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കണം.
എന്നിട്ട് നമ്മൾ ഇന്ന് ഈ പറഞ്ഞ ഇസങ്ങളുടെ എല്ലാം ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ, ഇസങ്ങളുടെ പേരൊന്നും നിങ്ങൾ പഠിക്കണം, പക്ഷെ മറിച്ച് ഒരു ഹവയാണിത്. ഹവ എന്ന് പറഞ്ഞാൽ തോന്നലുകൾ, ഇച്ഛകൾ. എനിക്ക് എന്താണോ തോന്നുക ഞാൻ അത് ചെയ്യുക, എന്താ ഇപ്പൊ അതിന് പ്രശ്നം എന്ന ചിന്തയിൽ നിന്നാണ് ഈ പറഞ്ഞ ആശയധാരകൾ മുഴുവൻ ഉടലെടുക്കുന്നത്. കൗമാരത്തിന്റെ ഘട്ടത്തിൽ എനിക്ക് എന്റേത് എന്റെ എന്ന് തോന്നൽ നിരന്തരമായി നിങ്ങളെ വേട്ടയാടും. അവിടെ നിങ്ങൾക്ക് മതം വലിയ എതിരായി നിൽക്കും. ഈ 6-ാം നൂറ്റാണ്ടിലെ മതം എന്തിനാണ് ഈ കാലഘട്ടത്തിലും പിൻപറ്റുന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ലിബറൽ ചിന്താഗതിക്കാർ കുത്തിവെക്കും. ആ നാട്ടിലെ മനുഷ്യന്റെ ജീവിതം എന്തിനാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ പിൻപറ്റുന്ന ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഇസങ്ങളൊക്കെയും ഒടുങ്ങും, ഈ പുരോഗമനം എന്ന് പറയുന്ന വസ്തുക്കളൊക്കെയും അവസാനിക്കും. ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണം, അനുഭവിക്കണം, സുഖിക്കണം, രമിക്കണം എന്ന വർത്തമാനം ഈ കാലഘട്ടത്തിലെ പുതിയ വാദമല്ല. അറബികളിലെ ജാഹിലിയ അറബികൾ പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖാലു ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ മറ്റൊന്നില്ല എന്നവർ പറഞ്ഞു. വമാ നഹ്നു ബിമബൂസിൻ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. ഇതേ വാദമാണ് ഇന്ന് കുറെ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മളെ എന്തോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇൻഫ്ലുവൻസ് എന്ന് പേര് വിളിക്കുന്നത്. ഈ ആളുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം, ജീവിതം ഒന്നേ ഉള്ളൂ മക്കളെ, നിങ്ങൾ വെറുതെ സ്വർഗ ആഗ്രഹിച്ച് നരകം എന്ന ഒരു സങ്കല്പത്തെ ഭയന്ന് നിങ്ങൾ ജീവിതം നശിപ്പിച്ചു കളയരുത്, നിങ്ങൾ താല്പര്യങ്ങൾ ഇല്ലാതാക്കരുത് എന്ന അരാജകത്വത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നാനാഭാഗത്തുകൂടെ സോഷ്യൽ മീഡിയകൾ ഇൻജക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് എത്തിയാൽ അവിടെ കുട്ടിപ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ വർത്തമാനങ്ങൾ പറയും. ചില അധ്യാപകർ പോലും ഈ എത്തിസം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അവിടെയെല്ലാം അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥമായ മാർഗദർശനം, ഞാൻ അതിൽ നിൽക്കും. ആര് കൂടെയില്ലെങ്കിലും, ആര് കളിയാക്കിയാലും, ആരാക്ഷേപിച്ചാലും, ആരധിക്ഷേപിച്ചാലും, ആരൊറ്റപ്പെടുത്തിയാലും, ഞാൻ ബഹിഷ്കരിക്കപ്പെട്ടാലും, എന്നെ ഭയപ്പെടുത്തിയാലും, എനിക്കിഷ്ടം, എനിക്ക് പ്രിയം, എനിക്ക് സ്നേഹം, എന്റെ ഇസ്സത്ത്, എന്റെ പ്രതാപം അത് ഇസ്ലാമാണ് എന്ന് 1000 ഉറക്കെ പ്രഖ്യാപിക്കാൻ, എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കൃത്യമായ റൂട്ട് മാപ്പ്, നാവിഗേഷൻ എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതിലാണ് എന്റെ വിജയമെന്ന് 1000 ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഐസക് എന്ന് വിട പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.